കപ്പിൾ സ്വാപ്പിങ്ങിന്റെ പരി, അതായത് ഈ ഭാര്യയെ കൊണ്ടുവന്ന് വേറെ ഭാര്യയും ഭർത്താവും വരും. അങ്ങനെ 2-3 ഭാര്യ ഭർത്താക്കന്മാർ വന്ന് ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. കേരളത്തിൽ ഇന്നുള്ള മുഖ്യധാരാ മാധ്യമങ്ങളല്ല 24, ഏഷ്യാനെറ്റ്, മാതൃഭൂമി എല്ലാം എന്നെ വിളിച്ച് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു, നീ അത് മിണ്ടാൻ വരട്ടെ, നീ ഭാര്യയെ ഇതുപോലെ കൊണ്ട് കൊടുത്തെന്നുള്ളത് ശരിയാണോ എന്ന് പറഞ്ഞത് ശരി. അവർ മന്നെ കഴിവറ മോനെ, നീ എൻ്റെ അടുത്ത് മിണ്ടരുത് വെച്ചേക്കാൻ പറഞ്ഞു. ഇവർ മിണ്ടായിരുന്ന ഇവൻ എവിടെങ്കിലും വരും, ഒരു പബ്ലിസിറ്റിയും കിട്ടാതെ വീട്ടിൽ കിടന്നവനെയൊക്കെ വിളിച്ചോണ്ട് വന്ന് മെയിൻ ആക്കി വിടുന്നു. അപ്പൊ ഒരു ശരി നമ്മൾ കരുതും, എന്നിട്ട് അതിൽ മാത്രം ഊന്നിക്കുക. നമ്മുടെ പലപ്പോഴും അങ്ങനെ, നമ്മുടെ കൂടെ ഉള്ളവരുടെ കാര്യം അങ്ങനെ, നമുക്കൊരു ശരി ഉണ്ടെങ്കിൽ നമ്മൾ ആ ശരിയിലങ്ങ് നിൽക്കും, തിരുത്താൻ തയ്യാറാവത്തില്ല, എന്നിട്ട് അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ആ ശരിയെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ബോധിപ്പിക്കാനായിട്ട് നമ്മൾ പിന്നെയും പിന്നെ അതിനകത്തോട്ട് ആഡ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് തന്നെ പലരും ഞാൻ വീഡിയോ ഇത് ഇങ്ങനെയല്ല എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് പുച്ഛിക്കാനാണ് തോന്നുന്നത് നേരത്തെ. ഇപ്പം ഞാൻ ചിന്തിക്കുക, അവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ ഇട്ടതിനകത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവൻ വിമർശനം എന്നെ കൂടുതലും പറയാറുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവനായിരിക്കും. കാര്യം എന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുമല്ല, അവൻ കാണിക്കും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ശരിയാണല്ലോ, അപ്പം അത് ഞാൻ തിരുത്താൻ തയ്യാറാവണം. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചിൻ്റെ ഒരു വീഡിയോ, കൊല്ലത്തിനെ പറ്റി അവമാനിച്ചൊരു വീഡിയോ ഒരു പെങ്കൊച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കപ്പോൾ തോന്നി, ഞാൻ വിളിച്ച് പറഞ്ഞു. പിന്നീട് എനിക്ക് മനസ്സിലായി അതിന് ഇൻഡയറക്ട്ലി ആ കൊച്ചിൻ്റെ തന്തയ്ക്കും തള്ളയ്ക്ക് ഞാൻ വിളിച്ചാന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അപ്പം തന്നെ അതിനകത്ത് ഒരു മാപ്പ് പറഞ്ഞൊരു വീഡിയോ ഇട്ടു. അപ്പോൾ അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കമന്റ് ഇട്ടതുകൊണ്ടാണ്. കമന്റ് ഇട്ടവരെ തന്തയ്ക്ക് വിളിച്ചിട്ട് അവിടെ കഴിയും. പക്ഷെ അവിടെ മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടണമെന്ന് പറഞ്ഞാൽ പല കാര്യം ചെയ്യുന്നത്. അപ്പൊ അത് എന്നിലൂടെ മോശം ഇൻഫ്ലുവൻസ് ഉണ്ടാവരുതെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഏതെങ്കിലും ഇതുപോലെ വന്നൊരു കോൾ ഓർമ്മയുണ്ടോ? ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് കേരളത്തിൽ കപ്പിൾ സ്വാപ്പിങ്ങിന്റെ വിഷയം വന്നു. അതായത് ഞാൻ പറഞ്ഞല്ലോ, കൊറോണ വന്ന് ഈ പബ്ലിക് ഒപ്പീനിയൻ ചെയ്യാതെ എല്ലാവരും വീട്ടിനകത്തായി. പല ആളും അർജുനെ പോലുള്ളവരൊക്കെ കോമഡി വീഡിയോ ചെയ്ത് റീച്ചായി. ആ സമയത്ത് ഞാൻ കൊണ്ടുവന്നൊരു പരിപാടി, സ്പീക്കപ്പ് എന്നും പറഞ്ഞൊരു പരിപാടി. ഞാനൊരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ട്, അതായത് നിങ്ങൾക്ക് ആർക്കും എന്നെ വിളിക്കാം, നിങ്ങളുടെ ലൈഫിലുണ്ടായ കാര്യങ്ങൾ എന്നോട് പറയാം, വീഡിയോ ആക്കും. പക്ഷെ നിങ്ങളുടെ പേരോ നാടോ ഊരോ ഒന്നും വരത്തില്ല. നിങ്ങൾക്ക് പറയാനുള്ള ഇൻസിഡന്റ് പറയും. ആ ഇൻസിഡന്റിലൂടെ ഒരാളുടെയും പേര് പോലും പുറത്തും വരരുത്. അങ്ങനെയുണ്ട്, ഒരാളുടെ പേരായിട്ട് പറയരുത്. അതുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കും, നീ ആളുകളെ കൊണ്ട് പറയും. 35 എപ്പിസോഡും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും പേരെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു കഥ ഉണ്ടാക്കാൻ ഞാൻ അങ്ങനെ സിനിമ പിടിക്കുമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് പറയുന്നില്ല അവരുടെ ലൈഫിലെ കഥകളാണ് പറയുന്ന. കഥയല്ല, റിയൽ സ്റ്റോറികളാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾക്കുണ്ടായ ചെറുപ്പത്തിലുണ്ടായ അനുഭവങ്ങളും പല മോശം പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ കാര്യങ്ങളും ഇതൊക്കെ അവരെൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ തികഞ്ഞ ആത്മാർത്ഥയോടെ ഇവർ വന്ന് പറയുന്നത്. അപ്പോൾ ഈ വിഷയം, ഈ വീഡിയോ 2-3 കത്തിക്കേറി നല്ല റീച്ചായി. അപ്പോൾ അവർക്ക് അക്സെപ്റ്റൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ പലർക്കും വിളിച്ച് പറയാൻ തോന്നി. അങ്ങനെ ഒരു ഭാര്യ എന്നെ വിളിച്ചു. ഒരു ഭാര്യ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറയുന്നത്, ഒരു വളരെ കരഞ്ഞുകൊണ്ടാണ് വീഡിയോ സംസാരിക്കുന്നത്. വീഡിയോ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവ് കപ്പിൾ സ്വാപ്പിങ്ങിന്റെ പരി, അതായത് ഈ ഭാര്യയെ കൊണ്ടുവന്ന് വേറെ ഭാര്യയും ഭർത്താവും വരും. അങ്ങനെ 2-3 ഭാര്യ ഭർത്താക്കന്മാർ വന്ന് ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. കപ്പിൾ സ്വാപ്പിംഗ് എന്നതിന് പറയുന്നത്. അങ്ങനെ ഒരു പരിപാടി നമ്മുടെ നോർത്തിൽ എവിടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചു. പണ്ട് കായംകുളത്ത് ഭാഗത്ത് എവിടെയോ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് കേസായിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇത് ഈ പെങ്കൊച്ച് എവിടെ ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് 2 കുട്ടികളോ മറ്റോ ഉണ്ട്. അത് വിളിച്ചിട്ട് പറയുന്നതിന്റെ അതിന്റെ ഭർത്താവിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ഭാര്യ വേറെ ആളുടെ കൂടെ കിടക്കണം. മനസ്സിലായി? ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ ഇതുപോലത്തെ കപ്പിൾസ് കാണും, ഭാര്യയും ഭർത്താക്കന്മാരും കാണും. ഭാര്യ ഭർത്താക്കന്മാരും തന്നെ ഇവരെല്ലാവരും കൂടെ വന്നിട്ട് ഈ ഭാര്യ മറ്റവന്റെ കെട്ടിയവന്റെ കൂടെ, ഭാര്യയുടെ കൂടെ അങ്ങനെ മാറി കിടക്കണം. ഇതാണ് ഇവർക്ക്. അതാ ഭർത്താവിന്റെ ഒരു കഴപ്പാ. അയാളുടെ ഒരു സുഖമാണ്. അയാൾക്ക് അങ്ങനെ ഒരു വികാരമായിരിക്കും. അപ്പൊ ഈ വിഷയം വിളിച്ച് പറഞ്ഞപ്പോൾ ഉടനെ ഞാൻ വീഡിയോ ടെലികാസ്റ്റ് ചെയ്തു. ഉടനെ തന്നെ ഈ പെങ്കൊച്ചിന്റെ വോയിസ് മനസ്സിലാക്കിയിട്ട്, ഇങ്ങനത്തെ ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സഹോദരൻ എന്നെ വിളിച്ച്, ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ഉടനെ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കാര്യം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, എനിക്ക് അവരെനിക്ക് അതിനുള്ള പെർമിഷൻ തന്നെ, അവരാരാന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഭയങ്കര വിഷയമാണ്, ഇങ്ങനൊരു വിഷയം നിങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് ഞങ്ങൾ പോലും അറിയാത്ത കാര്യമാണെന്ന് പറഞ്ഞിട്ട് ചെറുക്കൻ കട്ട് ചെയ്ത്. അതിന്റെ പിറ്റേ ദിവസമാണ് പത്രങ്ങളിൽ മൊത്തം ഇത് വൈറലായി. കാര്യം ഈ ചെറുക്കൻ കൊണ്ടുപോയി അനിയൻ കൊണ്ടുപോയി കേസ് കൊടുത്ത് ഭാര്യ മൊത്തം സമ്മതിച്ച് ഈ പ്രശ്നങ്ങൾ. അങ്ങനെ 5 പേരെ അറസ്റ്റ് ചെയ്തു. കേരളം മുഴുവൻ ആ വിഷയം വൈറലായി. എനിക്ക് തോന്നുന്നു 2020 മറ്റോ ആണ്. കേരളത്തിൽ ഇന്നുള്ള മുഖ്യധാരാ മാധ്യമങ്ങളല്ല 24, ഏഷ്യാനെറ്റ്, മാതൃഭൂമി എല്ലാം എന്നെ വിളിച്ചു. അതിനകത്ത് എന്നിട്ട് അവർ പറയുന്നത് പറയാൻ, ആ പെങ്കുച്ചിന്റെ നമ്പർ വേണം, അല്ല നമ്പരും വേണം, പേരും വേണം. നമ്പർ ഞാൻ തരത്തില്ല, എന്തായാലും തരത്തില്ല. പിന്നെ പേര് എനിക്ക് അറിയത്തുമില്ല. പിന്നത്തെ കാര്യം, അതിനകത്ത് ഒരു ചാനൽ എനിക്ക് തോന്നുന്നു മറുനാടനാണെന്ന് എൻ്റെ പേര് പറഞ്ഞു, ഒരു ബ്ലോഗറുടെ എന്നാന്ന് വിളിച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞു. വേറെ ഒരാൾ ഒരു ബ്ലോഗറുടെ ചാനലിൽ വിളിച്ച് പെൺകുട്ടി പറഞ്ഞതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എൻ്റെ പേര് ആരും പറഞ്ഞില്ല. അവർക്കൊക്കെ അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് വേറൊരാളെ, പ്രത്യേകിച്ച് ബ്ലോഗേഴ്സിനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രസിക്കത്തില്ല. മറുനാടൻ മറ്റോ മാത്രമാണ് എൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് എന്നിട്ട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു വിഷയമാണ്, നിങ്ങളാണ് വീഡിയോ. ഞാൻ പറഞ്ഞു, ഞാനാ വീഡിയോ ചെയ്ത്, അവരുടെ പേരോ കാര്യങ്ങൾ അറിയത്തില്ലെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞ്, ഓക്കെ ഇങ്ങനെ വീഡിയോ ആണല്ലോ, വീഡിയോ നയിക്കാൻ പറഞ്ഞു. വീഡിയോ അയച്ചു കൊടുത്തു. അങ്ങനെ ഇയാളെ 5 പേരെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ആ വിഷയവും കാര്യങ്ങൾ കഴിഞ്ഞ് 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു കോള് വരിക, ഈ ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട്. ജയിലിലായിരുന്നു. അപ്പം അതിൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ആണ് അന്ന് ഈ ഭാര്യയെ പങ്കുവെച്ചതിനകത്ത്, എന്നിട്ട് നിങ്ങൾ കേൾക്കണം, അവളുടെ ഭാഗത്തും തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു, നീ അത് മിണ്ടാൻ വരട്ടെ, നീ ഭാര്യയെ ഇതുപോലെ കൊണ്ട് കൊടുത്തെന്നുള്ളത് ശരിയാണോ എന്ന് പറഞ്ഞത് ശരി. അവർ മന്നെ കഴിവറ മോനെ, നീ എൻ്റെ അടുത്ത് മിണ്ടരുത് വെച്ചേക്കാൻ പറഞ്ഞു.
അവൻ അത് ശരിയാ ഭാര്യ കൊടുത്തെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷമോ മറ്റോ കഴിഞ്ഞപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, ഭാര്യയെ ഇയാൾ കുത്തിക്കൊന്നു. അപ്പം ഭയങ്കര വിവാദമായിരുന്നു. വീട്ടിൽ പോയി കുത്തിക്കൊന്നു. അതിലും ടെസ്റ്റ് തീരുന്നില്ല. അതിന് കുത്തിക്കൊന്നതിൻ്റെ പേരിൽ ഇയാൾ അറസ്റ്റ് ചെയ്തു. അയാൾ ആത്മഹത്യ ചെയ്തു. സ്റ്റേഷനിൽ വെച്ചോ അതോ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണെന്ന് അറിയത്തില്ല. എനിക്കിങ്ങനെ കേൾക്കും ഓർമ്മ വരുന്നു. അത് അങ്ങനത്തെ വിഷയങ്ങൾ വന്നിട്ട് പോലും ഒരു മാധ്യമങ്ങളും നമ്മളെ എടുത്തിട്ടില്ല. ഞാനത് പിന്നീട് പോയി ഞാനത് ചെയ്തതെന്ന് പറയാനും നടന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ടായെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് പല അനോണിമസ് ആയിട്ടുള്ള മെസ്സേജ് വന്നു, ഞങ്ങൾ ഇതിന്റെ കുരുക്കിലായിരുന്നു, ഞങ്ങൾക്ക് അത് തുറന്നു പറയാനും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനത്തെ വീഡിയോകൾ ആരും ഷെയർ ചെയ്യത്തില്ല. എല്ലാവർക്കും ഈ പറയുന്ന ചളിയും മറ്റേതും മറിച്ചതും ഒക്കെ ആണ് ഇഷ്ടം. നമ്മളിങ്ങനെ സീരിയസ് കണ്ടന്റ് ചെയ്യുമ്പോൾ കുറ്റം പറയാനും ഇത് നീ ഫേക്കായിട്ട് കൊണ്ടുവന്ന് പറയിപ്പിക്കുക എന്നൊക്കെ പറയാനും താല്പര്യമുള്ളൂ. നമ്മൾ സമൂഹത്തിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഒരു ഗുണം ഉണ്ടാവത്തില്ല. പലരും വളരെ തുച്ഛമായ യൂസ് പോലും ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കുണ്ടായ ഒരു ഇൻസിഡന്റ്, വലിയൊരു ഇൻസിഡന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പല ഇൻസിഡന്റ് വേറെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, കൊറോണ അല്ല ഓണ സമയത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഹാരത്തിനോ മരുന്നിനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കോൺടാക്ട് ചെയ്യും, ഞാൻ അത് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഇട്ട് കൊടുത്ത് 2-3 പേർക്ക്, ഞാൻ പറയുന്നില്ല എന്ത് കൊടുത്തു എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു കോൾ എനിക്ക് വരുക, അവരുടെ നമ്പറുണ്ട്, ഭർത്താവില്ലാത്തത്, അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്വേഷിക്കട്ടെ പറഞ്ഞാൽ അവരുടെ പഞ്ചായത്തിൽ വിളിച്ച് നോക്കിയപ്പോൾ അവർക്ക് അതിനകത്തൊരു കണക്ഷൻ ഇല്ല. ഞാൻ അവിടെ അന്വേഷിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിറ്റേ ദിവസം തൊട്ട് അയാളെന്നെ വിളിക്കുവാണ്, നീ എന്താ പെണ്ണുങ്ങൾക്ക് കൊടുക്കത്തില്ലയോ, പെണ്ണായതുകൊണ്ടാണ് നീ കൊടുക്കാത്ത, നിന്നെ കാണിച്ചു തരാടാ, ഞങ്ങൾ വടക്കുള്ളൊരു ജില്ലയാണ്, നീ ഇങ്ങോട്ട് വാടാ, ഞങ്ങൾ വെട്ടും കുത്തും മറ്റേ ചെയ്യും മറിച്ച്. ഞാൻ പറഞ്ഞു, ആ ചേട്ടാ എന്തോ ചെയ്തേ, എന്തെങ്കിലും ഒരു മരുന്നോ ആഹാരം മേടിച്ചു കൊടുക്കുക, എനിക്ക് അവരെ കൺഫർമേഷൻ ഇല്ലാതെ ഞങ്ങൾ കൊടുക്കാൻ പറ്റും, നിങ്ങളാരാ, ഞാൻ അത് അറിയണ്ട, നീ കാശ് മര്യാദയ്ക്ക് കൊടുത്തോളൂ, ഇന്നാ കാശ് നീ കൊടുത്തോളോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഭയങ്കര രസമായിരുന്നു. അത് പറ്റത്തില്ല, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പല ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും 10 പേര് കള്ളമായിരിക്കും, ഒരാൾ നല്ലതായിരിക്കും, പക്ഷെ ഈ 10 പേര് ചെയ്യുന്നതിന് ഒരാൾക്ക് പോലും പറ്റത്തില്ല. അങ്ങനത്തെ പ്രശ്നങ്ങൾ പലതും ഉണ്ട്. നമുക്ക് നല്ല ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളുമാണ്. ഉടായ്പ ചെയ്യുന്നവർക്ക് എപ്പോഴും നിൽക്കാം. അതാണ് ഇവിടുത്തെ സൊസൈറ്റിയുടെ കുഴപ്പമൊന്നുമല്ല, ചില വിഭാഗങ്ങളുടെ കുഴപ്പം. അതൊരു നമുക്ക് കമന്റ് തന്നെ കണ്ടിട്ടില്ലേ, കമന്റ് ബോക്സ് ഇട്ട് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചില വീഡിയോസ്, ഇപ്പം ഒരു പയ്യന്റെ വീഡിയോ വൈറലാവുന്നുണ്ട്, ഗ്രീൻ ഹൗസ് എന്നും പറഞ്ഞിട്ട്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. ഒരുപാട് നെഗറ്റീവ് പലരും പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവൻ ചെയ്യുന്നതിൽ എന്താ മിസ്റ്റേക്ക്? നമുക്ക് പോയി ഈ കമന്റ് ഇടുന്നവർക്ക് അല്ലേ നഷ്ടമുള്ളൂ. ഞാൻ പറയട്ടെ, ഈ പയ്യൻ അവനെ നാളെ ഒരാൾ അവന്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും പറയുന്നത് എന്താ അറിയോ, അവന് വൃത്തി കൂടുതലാണ്. അതായത് ഒരു പൊടി ഇരുന്നാൽ പോലും അവൻ തുടയ്ക്കും. അവന്റെ പണി എന്താ ക്ലീനിങ്. അവനെ നമ്മൾ നാളെ വിളിക്കുവോ എന്താ, അവൻ വീട്ടിൽ വരുവാണെങ്കിൽ ഒരു തുള്ളി പൊടി അവൻ ഇരിക്കാൻ ആഗ്രഹിക്കത്തില്ല, അതുപോലെ അവൻ തുടയ്ക്കും. അപ്പൊ അവന്റെ പണി കൃത്യമായിട്ട് നടക്കും. അവൻ കൃത്യമായിട്ട് അവനെ മാർക്കറ്റ് ചെയ്ത് അവനെ കണ്ടമാനമുള്ള എല്ലാ മീഡിയകളിലും കൊണ്ടുവന്നവരാ ഈ നെഗറ്റീവ് കമന്റ് ഇട്ടവരാ. ഇവർ മിണ്ടായിരുന്ന ഇവൻ എവിടെങ്കിലും വരും, ഒരു പബ്ലിസിറ്റിയും കിട്ടാതെ വീട്ടിൽ കിടന്നവനെയൊക്കെ വിളിച്ചോണ്ട് വന്ന് മെയിൻ ആക്കി വിടുന്നു. ഒന്നും കിട്ടാൻ വീട്ടിൽ കിടന്ന അവൻ നെഗറ്റീവ് വന്ന് എല്ലാ ചാനലിലും വന്ന് അവന് വർക്ക് കൂടി കാശ് കൂടും, അവൻ ഇനി വലിയ വീട് വെക്കും, കാർ മേടിക്കും. അപ്പൊ ആളുകൾ കുറ്റം പറയും, അപ്പോഴും കുറ്റം പറയുന്നുണ്ട്, അവനത് ഉണ്ടാക്കി. അവൻ എന്നിട്ട് നാളെ വന്നിട്ട് 10 പേർക്ക് അരി മേടിച്ചു കൊടുത്താലോ, പിന്നെ അവൻ നന്മ വരുമോ? അതേ ഉള്ളൂ. അതാ പറഞ്ഞത്. എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവൻ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്. അവന് വന്ന അമ്പുകളെ തിരിച്ച് പിടിച്ച് വളച്ചെടുത്ത് എറിഞ്ഞ് ബുദ്ധിപരമായിട്ട് തന്നെ മാർക്കറ്റ് ചെയ്തത്. അവനല്ല ഈ പറയുന്ന കമന്റ് ഇടുന്നവർക്കൊക്കെ അയ്യോ ചേട്ടാ സോറി എന്ന് പറഞ്ഞു നിന്നില്ല. അവൻ ബുദ്ധിപരമായിട്ട് അത് തന്നെ വന്ന നെഗറ്റീവിനെ തന്നെ അവൻ യൂസ് ചെയ്ത് അവനെന്തായാലും വർക്ക് നടക്കും. ഒരാൾ പോലും അവനെ വിളിക്കാതിരിക്കത്തില്ല. കാര്യം അവന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് ഇവര് പറയുന്നത് വൃത്തി കൂടുതലാണ്. അതല്ലേ വേണ്ടത്, വൃത്തിയാക്കുന്ന ഒരാൾക്ക് വൃത്തി കൂടുതലല്ലേ വേണ്ടത്. അതൊക്കെ ഭയങ്കരമായിട്ട് ബ്രില്യന്റ്. അവന് മെസ്സേജ് അയക്കുകയും ചെയ്തു, എനിക്ക് കമന്റ് ഇടുകയും നല്ല വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമന്റ് ഇടുകയും ചെയ്തു. ഞങ്ങൾക്ക് അവനെ സപ്പോർട്ട് ചെയ്യും, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ കാണരുത്, അങ്ങനെ ബുദ്ധിമുട്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയ്താൽ പോരെ, എന്നെ ആണെങ്കിലും ആരെയാണെങ്കിലും ബ്ലോക്ക് ചെയ്താൽ പോരെ, നമ്മുടെ ഈ ഫോൺ ഇരിക്കുമല്ലേ. അതൊന്നും പറ്റത്തില്ല. പിന്നെ ഒരു മനസുഖം തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമ്പോൾ അതായിരിക്കും.